നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ജനങ്ങളുടെ വിജയമെന്ന് പ്രതികരിക്കുന്ന ഓർത്തഡോക്സ് സഭ മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് സഭയും സമുദായങ്ങളുമല്ല പാർട്ടിയാണ്. സഭയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻ സർക്കാർ തയ്യാറായില്ലെന്നും ഓർത്തഡോക്സ് സഭയുടെ വിമർശനമുണ്ട്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ജനത്തിന്റെ വിജയമായിട്ടാണ് കാണുന്നത്. ഞങ്ങളെപ്പോലുള്ളവർ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വിജയമായിട്ട് ഒന്നും ഇതിനെ കാണുന്നില്ല. കേരളത്തിലെ ജനം അവർ വിവേകത്തോടെ പ്രവർത്തിക്കുന്നവരാണെന്നും ജനത്തെ ആര് പരാജയപ്പെടുത്താൻ ശ്രമിച്ചാലും അവരെ ജനത്തിൻ്റെ ഊഴം വരുമ്പോൾ പരാജയപ്പെടുത്തിയിരിക്കുമെന്നുള്ളതിൻ്റെ കറക്റ്റ് ഒരു വേ ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ കാണുവാനായിട്ട് കഴിയുന്നത്. ടോബി ജോൺസൺ കോട്ടയിൽ നിന്ന്. ടോബി, ഈ പറയുന്ന പോലെ സർക്കാരിന് ഇതിലൊരു വിധി എഴുത്താണ് ഈ തെരഞ്ഞെടുപ്പ് എന്നാണോ സഭ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയുള്ളൊരു വിലയിരുത്തലാണ്. കാരണം ഇത് ജനങ്ങളാണ് ഇത്രയും സീറ്റ് നൽകി വിജയം നൽകിയത്. അതിൻ്റെ ഒരു ക്രെഡിറ്റ് പൂർണ്ണമായും കോൺഗ്രസിനാണെന്ന് അല്ലെങ്കിൽ UDF-നാണെന്ന് പറയാൻ സാധിക്കില്ല. അത് ജനങ്ങളുടെ ഒരു വിധിയെഴുത്തായിരുന്നു എന്നാണ് ഓർത്തഡോക്സ് സഭ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുമ്പോഴും അതുപോലെ തന്നെ മന്ത്രിസഭ തീരുമാനിക്കുമ്പോൾ ആരൊക്കെയാണെന്ന് തീരുമാനിക്കുമ്പോഴുമൊക്കെ ആ ജനഹിതം കൂടി മാനിച്ചുകൊണ്ടുള്ള തീരുമാനം ഉണ്ടാകണമെന്നുള്ളൊരു നിലപാടാണ് ഓർത്തഡോക്സ് സഭയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഉച്ചയ്ക്ക് മുമ്പ് നമ്മൾ കണ്ടത് NSSന്റെ പ്രതികരണവും സമാനമായ രീതിയിൽ വന്നിരുന്നു. അതിന് അതേ രീതിയിൽ തന്നെയുള്ള പ്രതികരണവുമാണ് ഓർത്തഡോക്സ് സഭ നടത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ KC വേണുഗോപാലിന്റെ പേരടക്കം പറഞ്ഞു കേൾക്കുന്നു. 3 പേരും യോഗ്യരാണെന്ന് പറയുമ്പോഴും KC വേണുഗോപാൽ എന്തിനാണ് ഈ ഒരു നീക്കം നടത്തുന്നതെന്നൊരു ചോദ്യം പരോക്ഷമായി ഓർത്തഡോക്സ് സഭ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ജനങ്ങളാണ് ഇത്രയും വലിയൊരു വിജയം നൽകിയത്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ മാനിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം കൈക്കൊള്ളണമെന്നുള്ള നിർദ്ദേശമാണ് ഓർത്തഡോക്സ് സഭ മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.